നമ്മളെ ഉടമ്പടിയോട് വിശ്വസ്തരാണെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഒന്ന് സ്തുതിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതായത് ഇത്രയും അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തത പാലിച്ചില്ലേ, ഉടമ്പടി റെക്ടിഫൈ ചെയ്തു. ആദ്യം തെറ്റിപ്പോയപ്പോൾ ഉള്ള ജോലി കൂടി പോയി, 0 ആയി. പിന്നെ ഉടമ്പടി വന്ന് പുതുക്കി കഴിഞ്ഞപ്പോൾ പൂർവാധി ശക്തമായിട്ട് അവരെ ഉടമ്പടി നിറവേറ്റാൻ തുടങ്ങി. അവരുടെ ഭാഗം ക്ലിയർ ചെയ്തപ്പോൾ എന്താ പറ്റിയിരിക്കണത്? ക്ലിയർ ചെയ്തപ്പോൾ ഇവർ അപേക്ഷ പോലും വെച്ചിട്ടില്ല. ആമസോണിൻ്റെ ഏരിയ മാനേജറായിട്ട് ഇയാളെ അപേക്ഷ വെക്കാതെ അവർ ഇയാളുടെ ബയോഡേറ്റ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കോൾ ഫോർ ചെയ്യാൻ. കർത്താവിൻ്റെ മുമ്പിൽ നിന്നെ രക്ഷപ്പെടുത്താൻ 10,000 വഴികളുണ്ട്. നിൻ്റെ ചിന്തയിൽ ഒരു കമ്പനിയും ഒരു രാജ്യമേ ഉണ്ടാകത്തുള്ളൂ, ചിലപ്പോൾ ഒരു പ്രൊഫഷൻ ഉണ്ടാകത്തുള്ളൂ. ഉടമ്പടി ഓപ്പൺ മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, ഓപ്പൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? കർത്താവിൻ്റെ സാധ്യതയ്ക്ക് ഇടണം. നിങ്ങൾ ഉടമ്പടി കൃത്യമായിട്ട് അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം എന്താ സംഭവിച്ചു? സ്ത്രീക്ക് ഇവർക്ക് എന്താ സംഭവിക്കണം? ആമസോണിൻ്റെ ഏരിയ മാനേജർ എന്ന് പറയണത് ഇയാൾ പഠിച്ചത് ഫൈനാൻസാണ് പഠിച്ചത്. ഇപ്പം ഫൈനാൻസ് ഇയാളെ പഠിച്ച പ്രൊഫഷൻ തന്നെയാണ് വിളിച്ചിരിക്കണത്. അപ്പം നല്ല ശമ്പളം, പക്ക ശമ്പളമാണ്. ഇയാൾ വല്ല അപേക്ഷയും വെച്ചാ? ഒരു അപേക്ഷയും വെച്ചിട്ടില്ല. ഇയാൾക്ക് അവരറിയാവോ? അറിയാൻ പാടില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൺട്രോളിലാണ് ഈ സംഭവങ്ങളെല്ലാം. നമ്മളൊരു സത്യസന്ധമാണെന്ന്, ഇപ്പം നിൻ്റെ കല്യാണം താമസിക്കുന്നു, നിനക്ക് കൊച്ചുണ്ടാകാൻ താമസിക്കുന്നു, ശരി, നീ വീട് വിൽക്കാനോ താമസിക്കുന്നു. പക്ഷേ ഈ വിഷയത്തെല്ലാം എന്താണ്? ഈ ഓരോ സംഭവവും നമ്മളെപ്പോഴും ഉടമ്പടി വയ്ക്കുമ്പോൾ ബൈബിളിൽ ഏറ്റവും നല്ല വാക്ക് ഉടമ്പടിക്കാർക്ക് മനസ്സിൽ ഓർക്കേണ്ട വാക്കാണ്. എന്താണ്? ദൈവം. എന്താണ്? ദൈവം. സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴാക്കിയിരിക്കും. അപ്പൊ നമ്മൾ പറയുന്ന ആൾക്കാരുടെ കയ്യിലല്ല നമ്മുടെ ഭാവി ഇരിക്കണത്. ആരുടെ കയ്യിലാണ്? ദൈവത്തിന്റെ കയ്യിലാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. കൊരിന്തോസ് 15:27. 1 കൊരിന്തോസ് 15:27. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിൻ കീഴാക്കിയിരിക്കുന്നു. സമസ്തവുമാണ് നിന്റെ ജോലി, വീട്, വിവാഹം, പെൻഷൻ, PR, ഈ സമസ്തവും കർത്താവിൻ്റെ കീഴിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലുള്ള എന്താണ്? നമ്മൾ ഈ സമസ്തവും ദൈവത്തിൻ്റെ കീഴിലാക്കണം. അതാണ് വിഷയം. നമ്മൾ സമസ്തവും നമ്മുടെ ചിന്ത, ആലോചന, അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാത്തിനെയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗോകുൽകൃഷ്ണയുടെ സാക്ഷ്യങ്ങളിലൊന്ന്, ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് അവളുടെ. അല്ല, ഒരു സാക്ഷ്യം പറയണത്, ഞാൻ ചെറുപ്പമാണ്, ഈ ടൈറ്റ് യൂത്തിൻ്റെ ടൈമാണ്, എനിക്ക് 25 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ ജർമ്മനി ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ബോറടിച്ച്. എന്താണ് കാര്യം? ആ പ്രായം ബോറടിക്കുന്ന പ്രായമാണ്. കാര്യം എല്ലാവർക്കും തന്നെ ലൈനുണ്ട്, അതാണ് വിഷയം. കാര്യം അവർക്ക് ഈ ആൾക്കാർക്ക് ആ പ്രായത്തിൽ ബോറടിക്കുമ്പോൾ ഓരോരുത്തർ ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കും, ചിലപ്പോൾ പണി കിട്ടും, പല പരിപാടിയാണ്. പക്ഷേ ഇവരുടെ മാനസികാവസ്ഥ എന്താ? മാനസികാവസ്ഥ എന്ന് പറയുന്നത് തനിക്ക് ആരും ഇല്ലല്ലോ എന്നുള്ളതാണ്. അപ്പനും അമ്മ വീട്ടിലല്ലേ, ഇടയ്ക്കിങ്ങനെ സ്കൈപ്പിൽ തിരിച്ചുകൊണ്ടിരിക്കണമെന്നല്ലാതെ കാര്യമില്ലല്ലോ. അത് ഫ്രെയിം വെച്ച ഫോട്ടോ പോലെയാണ്. അമ്മ ചോദിക്കും തിന്നാന്ന് ചോദിക്കും, അതാണ് ചോദിക്കത്തുള്ളൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. കഴിച്ച നിൻ്റെ മുടി എന്താണ് ഇങ്ങനെ ഇരിക്കണത്? ഇത് സ്ഥിരം ചോദ്യമാകുമ്പോൾ 1 കൊല്ലം ആകുമ്പോൾ അമ്മയെ വെറുക്കും. കാര്യം ഇവർക്കിത് ചോദിക്കാനല്ലേ അറിയാൻ പാടുള്ളൂ. ശമ്പളമാണെങ്കിൽ ശമ്പളം ചോദിക്കും, ശമ്പളം കിട്ടിയില്ലേ മോളെ എന്നൊക്കെ ചോദിക്കും. അത് 1 കൊല്ലം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ തള്ള വാ പൊളിക്കണ ശമ്പളത്തിനാണെന്ന്.
അപ്പം നമ്മളോട് പറഞ്ഞില്ലെങ്കിലും നിങ്ങളെക്കുറിച്ച് അവർക്കൊരു ധാരണയാകും. ഉള്ളിൽ നിങ്ങളുടെ ഫോട്ടോ കാണുന്നത് തന്നെ അവർക്ക് മടുപ്പാകും. കാര്യം ചോദിക്കാൻ പോണ കാര്യം ഇത്രയാണ്. അതിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ വിളിക്കുമ്പോൾ റെക്കോർഡ് ഓൺ ചെയ്താൽ മതി. കഴിച്ചു, ശമ്പളം കിട്ടി അല്ലെങ്കിൽ കിട്ടിയില്ല, നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അവർ ഓക്കെ ആവും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഈ വിഷയങ്ങളെ. കാര്യം കൈ വിട്ട് നിൽക്കണ ആ പിള്ളേർ ഇവിടെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ കോളേജിൽ പോയി ഓടിക്കേണ്ടി വരും. അവരുടെ മനസ്സിലുണ്ടാകുന്ന ട്രാജഡി ഒന്നും നിങ്ങളോട് പറയണമെന്നൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് എപ്പോഴും നല്ലത് ഉടമ്പടി എടുത്ത് അതുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ കാര്യം? നമുക്കറിയത്തില്ല എന്ത് അണ്ടർ കറണ്ടാണ് പോകണമെന്ന്. അപ്പം ഇപ്പോൾ ഗോകുൽ കൃഷ്ണൻ എന്താ പറയണത്? എനിക്ക് ബോറടിക്കാൻ തുടങ്ങി ഒറ്റക്ക് നടന്ന്. എല്ലാവർക്കും കൂട്ടുണ്ട്. അപ്പോൾ കൊള്ളാവുന്നതായാലും കൊള്ളാത്തതായാലും ആരെങ്കിലും ഒരു കൂട്ട് കിട്ടണമെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് ബോറടി മാറും. അത് എല്ലാ യൂത്തും അനുഭവിക്കുന്ന പ്രശ്നമാണ്. എല്ലാ യൂത്തും അനുഭവിക്കുന്ന കാര്യം. ഒരു പ്രണയക്കൂട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് കോംപ്ലക്സാണ്. എന്താണ്? തനിക്കെന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ് നമുക്ക് ഒന്നും ഒക്കാതെ വന്നതെന്ന് തോന്നുന്നു. അത് നമ്മൾ അമ്മയോടൊന്നും പറയാം. ചിലർ അപ്പം അമ്മയോടൊക്കെ ഈ സംഭവം അങ്ങോട്ട് ഡിസ്കസ് ചെയ്യും, ചിലർ ഡിസ്കസ് ചെയ്യത്തില്ല. അപ്പോൾ ഇവരുടെ മനസ്സിലുള്ള ഒരു ചങ്കിടിപ്പെന്ന് പറയണത് തനിക്കെന്തോ കുഴപ്പമുണ്ട്, തൻ്റെ ബോഡിക്കെന്തോ കുഴപ്പമുണ്ട്, തൻ്റെ സംസാരത്തിന് എന്തോ കുഴപ്പമുണ്ട്, താൻ തിരിവാകുകയാണ്. ഓപ്പൺ മാർക്കറ്റിൽ താൻ തിരിവാകുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ കാണിക്കണത് എന്താണ്? തിരിവാകാതിരിക്കാൻ വേണ്ടി ഞാൻ വലിയ സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടി പുതിയ പുതിയ അഭ്യാസങ്ങൾ കാണിക്കും. ഇവിടെ കാലുകുത്തുന്ന ഓരോ മനുഷ്യരും ഞാൻ ചൂടാകണത് ആത്മീയ കാപഠ്യം ഉണ്ടെങ്കിലേ ചൂടാകത്തുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾക്ക് ഐ ആം നോട്ട് ബോദർ അബൌട്ട് ഇറ്റ്. നിങ്ങൾ കർത്താവിനെ പറ്റിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തിന് ദുർവിനിയോഗിച്ചാൽ ഞാൻ നിങ്ങളുടെ ഉടമ്പടി കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചൂടാകണതാണത്. അല്ലാതെ ആൾക്കാരെ നോക്കി ചൂടാകണമല്ല. ഉടമ്പടി കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശാസിക്കുന്നതാണ് അല്ലേ ഉള്ളു. അല്ലാതെ നിങ്ങൾ എന്ത് ലിപ്സ്റ്റിക് തേച്ച് വന്നാലേ എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനി ഇന്നാളൊരാൾ മുഴുവനും മദാമയെ പോലെ കളറൊക്കെ ചെയ്ത് വന്ന് ഞാൻ ചിരിച്ച്. അത്രേ ഉള്ളൂ. അത് അവരുടെ പ്രായത്തിന് അവർക്കത് ചെയ്ത് അങ്ങ് മുന്നോട്ട് പോകേണ്ടത്. അതിനകത്ത് കുഴപ്പമൊന്നുങ്ങളൊന്നുമില്ല. പക്ഷെ അതല്ല പ്രശ്നം. ഈ ഒറ്റപ്പെടലെന്ന് പറയുന്ന സംഭവം, നമ്മൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് ഡിമാൻഡില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള അഭ്യാസങ്ങൾ കാണിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കിഡ്നി പോകുക, ഇത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കമ്പനിക്കാരൊക്കെ എത്ര നമ്മളെ ശ്രദ്ധിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഒരു കമ്പനിക്ക് നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ 40-30 വയസ്സോ ഉള്ളെങ്കിലും 60 വയസ്സിൻ്റെ ബ്രാൻഡിൽ ഇരിക്കുകയുള്ളൂ. കമ്പനിയുടെ കാര്യങ്ങളെല്ലാം കെമിക്കലല്ലേ. അപ്പോൾ നമുക്ക് ആ വഴിക്ക് പോയിട്ട് ചിന്തിക്കാം. അപ്പോൾ അതിനേക്കാളെല്ലാം മനസ്സിൻ്റെ കണ്ടൻറ്റ് വരണം. ഇപ്പം ഇവിടെ നല്ല പ്രായമാണ്. അവളെ പറയണം എനിക്കൊരു കൂട്ട് കിട്ടണമെന്ന് തോന്നിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കർത്താവിനോട്, കർത്താവേ നിന്നേക്കാൾ നല്ല കൂട്ട് ആർക്കും തരാൻ പറ്റത്തില്ലെന്ന്. അത് കേൾക്കാൻ നല്ല രസമാണ്. എൻ്റെ ടൈറ്റ് ജീവിതത്തിൽ ജീസസ് നിന്നെപ്പോലെ നല്ല കൂട്ട് ആർക്കും, അതാരും ഗോകുൽ കൃഷ്ണനായ പറയണമെന്ന് ഓർക്കണം. ഇത് ഇവരുടെ ജ്ഞാനമെന്ന് പറഞ്ഞ പണ്ടാര ജ്ഞാനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും റാലിക്ക് ചില ആൾക്കാർ ഓടുമല്ല, നടന്നു വരുമ്പം ഓടുകയല്ലേ. ഓടുമ്പോൾ നടന്ന് കയറാൻ വരുമ്പോൾ ചില ആൾക്കാർ ഓടുമ്പോൾ ഇവിടെ അവർത്തിങ്ങനെ ഈ ഓട്ടതിരത്ത് ഉള്ളതായിരിക്കും എന്ന് വിചാരിച്ചു. ആരാണ്ട് ഓടുന്ന കണ്ടപ്പോൾ ഇവളും ഓടി മുമ്പിലെത്തി മാതാവിൻ്റെ അടുത്ത് എത്തണമായിരിക്കും ചിലപ്പോൾ പരിപാടി എന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒക്കെ മനസ്സിലായി, ഇങ്ങനെ ഓടിയിട്ട് കാര്യമില്ലല്ലോ, ഞാൻ ജർമ്മനിയിൽ നിന്ന് ഇവിടെ വന്നത് അമ്മയുടെ റാലി കൂടാനല്ലേ വന്നത്. ഞാൻ ഓട്ടം നിർത്തിയപ്പോൾ എനിക്ക് കാര്യം ഭയങ്കര ചൂടാണ്. ശരിയാണ്, നമ്മൾ വെയിലത്തൂടിയല്ലേ പോയത്, നല്ല പൊള്ളണ വെയിലത്തൂടിയാണ് പോയത്. ഇപ്പോൾ ശരീരമൊക്കെ വേർക്കാൻ തുടങ്ങി. അപ്പോൾ ഈ അവിടുന്ന് തണുപ്പിൽ നിന്ന് ഇങ്ങോട്ട് ലാൻഡ് ചെയ്യുമ്പോൾ ബോഡി വേറെ ഒരു കണ്ടീഷനാകും ഒരാഴ്ച. പിന്നെ ശരിയായി പറഞ്ഞെങ്കിൽ അയ്യോ എൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര ഗതികേടായിരുന്നു. ചൊറിഞ്ഞും മാന്തിയൊക്കെ ഞാനൊരു കണക്കിനാണ് ഈ ഫ്രാൻസിലൊക്കെ ജീവിച്ചത്. ചുണ്ടൊക്കെ വല്ലാത്ത മനുഷ്യ ചൊരിയും മുഴുവൻ ഇങ്ങനെ പൊടി വന്ന്
വയസ്സന്മാരെ പോലെ ഇരിക്കും, പൊടിയൊക്കെ കയറി ശരീരത്തിൽ മുഴുവൻ പൊടി പോലെയൊക്കെ വരും. അപ്പം അതുകൊണ്ട് അവരെല്ലാം കുറേ സാധനങ്ങളൊക്കെ തേച്ചാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പം അത് ഇവർ വന്ന് ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂട്, തണുപ്പിന് ചൂടിലൊക്കെ വന്നത്. അപ്പോൾ ഈ ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റണില്ല. ഉടനെ ഈ ഗോകുൽകൃഷ്ണ പറയുവേ, കർത്താവേ എനിക്കിത് റാലി പൂർത്തിയാക്കാൻ പറ്റാത്ത രീതിയിൽ ചൂടാണ് ഇവിടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ശുദ്ധീകരണത്തിന്, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ചൂട് കാഴ്ചവെക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ജ്ഞാനസ്ഥാനപ്പെടാത്തൊരു സന്തതി പറയുന്ന സംഭവം പ്രാർത്ഥനയാണിത്. എൻ്റെ പൂർവ്വപിതാക്കന്മാർ ശുദ്ധീകരണത്തിന്, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി എൻ്റെ ശരീരത്തിൻ്റെ ഇപ്പം സഹിക്കാനാവാത്ത ചൂട് ഞാൻ, ഇതാരും ഇവർക്ക് പറഞ്ഞു കൊടുക്കണേ? പരിശുദ്ധാത്മാവല്ല. അവന് ആര് പറഞ്ഞു കൊടുക്കാനാണ്? ഏത് വേദപാഠം പഠിച്ചിട്ടാണ്? ഒരു വേദപാഠവും പഠിപ്പിക്കാത്തവരെ കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Praise be to Jesus Christ. My name is Dion Beliath. I am from Goa. I have made my first covenant on 5th October 2022. Since 2017, I have been trying to secure a government job. For this, I have answered more than 100 exams, competitive exams, but none of them seem to go through. I had met Father multiple times for taking his blessings, but I have heard in the testimonies, the people say that sometimes Father encourages people to give their testimonies. But in my case, Father never mentioned anything like that. Once when I met Father the last time, he had said something in Malayalam which I did not understand. So then I asked him what it meant. So he explained me in English that pray like this, grant me the grace to give the testimony of your apparition. So from that moment on I started praying like that. So at first it started as a simple prayer. Then afterwards, within me a devotion started coming that I wanted to secure this job not only for me but also to give the testimony of Mother Mary's apparition, to bear a witness to it. Then I had applied for 3 jobs. One was a low level job, clerical post. One a higher level job, which means I am basically a civil engineer. So the higher level job was based on my degree. And one job in between, a junior engineer job. Before appearing for the exams, what I used to do is I used to use the Holy Covenant oil and anoint my head and hands, and I used to consume the covenant salt, and then pray to grant me the grace to give the testimony of your apparition through these jobs. And before answering the exam, I used to hold the Kripasanam holy medal in my hand and pray that if I get this job, it will not be by my merit but only by your grace. And Kripasanam Mother has blessed me abundantly. Within the first week of October, I cleared 2 jobs, the lowest as well as the highest job. And the results came back to back within the first week of October in the month of the Holy Rosary. There was this thing that in the clerical job there was the skill test. In the skill test we have to type the speed of typing should be 35 words per minute. So means whenever I answered any skill test, I always had this nervousness. But this time I prayed using the Kripasanam holy medal, and although I had a slight bit of nervousness, still I managed to get more than 46 words per minute. And also there was a typing of a letter. The time allotted was 15 minutes, and I managed to complete it within 5 minutes, and I passed the skill test. Right now, because I got both the lowest as well as the highest job, I have opted for the highest job, and because of this I did not even have to appear for the mid-level exam. Then secondly, on April 28th, I had a severe throat ache and I had an exam to answer. So usually when I have throat ache, it lasts for about 5 to 6 days, and it develops into fever and it gets worse. So this time I used the Kripasanam holy oil and anointed my throat with it. And immediately the next day, my throat ache just disappeared and I was normal.
and because of this I was able to answer my exam with ease. I had come last week for the Kripasanam Japmala rally, but my train was late by 8 hours. So I had prayed to Kripasanam Mother that I should get a chance to attend this rally. And even though I was late, I managed to attend the rally, and I had a desire in me that I want to be close to Kripasanam Mother during the rally. Although I fell back many times, I managed to come exactly behind Kripasanam Mother till the Earthingal church. And then secondly, I didn't know much of Malayalam, and then I don't know the place very well, the Earthingal area. So I was lost trying to find a way back because I had a return train back to Goa. So I was trying to find direction. I was wandering without any directions from anyone. Some people say go this side, some people say go that side. Suddenly as I was going, one blue color bus came in front of me. I was on the right side of the road, and I had to cross on the left side because the right side was fully blocked. And this blue color bus with Kripasanam Mother's photo had come in front of me. And the conductor said that bus is going to Kripasanam. So I managed to get in. Because of this, I got back to Kripasanam and managed to catch my train in time back to Goa. Then for the acts of mercy, according to the covenant, I like to give the Kripasanam papers. So every time I get Kripasanam papers from here, the first thing I do the previous day, I anoint each and every paper with the covenant oil, and I pray over each and every paper that whoever gets this paper from me, they should come closer to God through Kripasanam Mother. And this same thing I do while distributing the Kripasanam papers. I say that I believe and I pray like whoever gets this paper should come closer to God through Kripasanam Mother, and then distribute the papers. Now this I have done multiple times. Now in Goa we have this St. Francis Xavier's exposition. So for that exposition and the feast I have taken more than 10 bundles of paper from Kripasanam paper from here and distributed it in the exposition. Now at the exposition people from all around India comes. So I distributed it with the hope that this Kripasanam paper goes throughout India and the word of God spreads throughout the whole country. And then second thing is I have created a dedicated Instagram account in which I post about the Bible verses and Kripasanam testimonies, including Father Joseph's retreat sermons. And I post continuously every day, every morning I post after saying the Kripasanam morning prayer. Acts of mercy means after every Sunday after going to church, I make it a point that I visit either an orphanage or an old age home. If not, I visit any people who are in need and give them food items or their daily necessities, whatever they require. My desire is that I always want to be in the covenant till the end of my life, because Kripasanam, through Kripasanam, my experiences has brought me closer and closer to God. And I want to remain in this state. I want to remain in the covenant till the end of my life. Also, one more thing means before I was in the covenant, I used to be just a Sunday church goer. Sometimes I used to even skip the church. But after I came in the covenant, I used to go to church and I used to listen dedicatedly to the sermons and also reflect on the word of God. And now, by God's grace, I started going to Mass daily. Because I started going to Mass daily every morning. And through this, I want to achieve eternal life by having the body of Christ every day. I thank Jesus Christ and Kripasanam Mother for all the blessings and graces they have showered in my life. ആദ്യമായി ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോബി ജോസഫ്. ഞാൻ വരുന്നത് കുമരങ്കര ഇടവകാംഗമാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് പാറ്റ്ന എന്ന സ്ഥലത്താണ്. ആദ്യമായി ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് 2019 ഒക്ടോബർ മാസം 28-ാം തീയതിയാണ്. അതിനുശേഷം എനിക്ക് ഒരു വർഷം 60 ദിവസത്തിനുള്ളിൽ എനിക്കൊരു ജോലി ലഭിച്ചു. എനിക്ക് ജോലിയില്ല, നഷ്ടപ്പെട്ട സമയമായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ചെല്ലുമായിരുന്നു. അതിനുശേഷം ഞാൻ ഓരോ ദിവസവും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ആദ്യമായി ഡേറ്റ് ഇട്ടത് ഡിസംബർ മാസം 24-ാം തീയതിയാണ്. ആ ഡേറ്റ് ഇട്ട ദിവസം തന്നെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഞാൻ ഇൻ്റർവ്യൂ പാസ്സാവുകയും ചെയ്തു. പിന്നീട് എനിക്ക് പേടിയായിരുന്നു എന്താവും എങ്ങനെയാവുമെന്ന്. ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു, ഡേറ്റ് ഇട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത് ഞാനൊരു ഡേറ്റ് ഇട്ടത് 1/1/2020.
അന്ന് തന്നെ എനിക്ക് ആ 28-ാം തീയതി എന്നെ ഓഫീസിൽ നിന്ന് വിളിക്കുകയും എനിക്ക് ഓഫർ ലെറ്റർ തരികയാണ് ചെയ്തത്. 2 ദിവസം ഡേറ്റ് ഇട്ട തീയതികളിൽ തന്നെ എനിക്ക് ജോലികൾ ലഭിക്കുകയും ഓഫർ ലെറ്റർ ലഭിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അമ്മ മാതാവും തിരുക്കുമാരനും വഴി എനിക്ക് ആദ്യമായി ലഭിച്ച അനുഗ്രഹമാണിത്. അതിനുശേഷം രണ്ടാമതായി ഞാൻ പിന്നെ ലോക്ക്ഡൗൺ ആയിപ്പോയി. എനിക്ക് ഉടമ്പടി പുതുക്കുവാൻ സാധിച്ചില്ല. 2023 ഞാൻ പിന്നീട് നാട്ടിൽ വന്നപ്പോൾ ഉടമ്പടി പുതുക്കി. ഞാൻ ആഗ്രഹിച്ചു എനിക്കൊരു ഭവനം പണിയണമെന്ന്. ഞാൻ ഉടമ്പടിയിൽ വെച്ചു എനിക്കൊരു ഭവനം പണിയണമെന്ന്. മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നു. 2054 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഭവനം പണിയുവാൻ മാതാവ് കൃപ നൽകി. ആ ഭവനം പണിയുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പലയിടങ്ങളിൽ ഞങ്ങൾ സഞ്ചരിച്ചു. അവിടെയെല്ലാം മാതാവിൻ്റെ അത്ഭുതകരമായ ഉപ്പും നേർച്ച വസ്തുക്കളും ഞങ്ങൾ സ്ഥാപിക്കുകയും അതിൻ്റെ ഫലമായി ഞങ്ങളുടെ എല്ലാ പേപ്പർ വർക്കുകൾ എത്രയും പെട്ടെന്ന് നടക്കുകയും ചെയ്തു. ഭവനം പണിത് പൂർത്തീകരിക്കുന്ന സമയമായപ്പോൾ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തെങ്കിലും നിൽക്കുകയില്ല, സാമ്പത്തികമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഞങ്ങൾ അന്നേരവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ മാതാവേ, ഇത് അളക്കുന്ന സമയത്ത് മാതാവ് ഒരറ്റത്ത് അതിൻ്റെ നൂൽ പിടിക്കണേ എന്ന്. ഞങ്ങൾ ഉദ്ദേശിച്ചതിലും കുറഞ്ഞ രീതിയിൽ 2054 സ്ക്വയർ ഫീറ്റിൽ ഞങ്ങൾക്ക് ആ ഭവനം പൂർത്തീകരിക്കുവാൻ മാതാവ് ഞങ്ങൾക്ക് കൃപ നൽകി. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ, പുതിയ വീടാണ്, കിട്ടി. മീറ്റർ മാറി റൂമിലേക്ക് വെക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു 1-2 ആഴ്ച സമയം പിടിക്കും. ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം അങ്ങനെയാണ്, 2 മാസം 1 മാസമൊക്കെ കഴിഞ്ഞ കണക്ഷൻ കിട്ടാറുള്ളൂ. പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ആ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയപ്പോൾ വെഞ്ചരിച്ച ഉപ്പും അവിടെ തളിച്ച്, ആ പേപ്പറിൽ തളിച്ച് ഞങ്ങൾ അവിടെ കൊടുത്തു. 2 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു ഓവർസിയറും വന്നില്ല, എഞ്ചിനീയറും വന്നില്ല, ആരും വന്നില്ല. ലൈൻമാൻ വന്ന് ഞങ്ങൾക്ക് മീറ്റർ കണക്ഷൻ മാറി വെച്ച് തരികയാണ് ചെയ്തത്. ഒന്നും അവർ നോക്കുക പോലും ചെയ്തില്ല. എത്ര പോയിൻ്റ് ഞങ്ങളുടെ വീട്ടിലുണ്ട് അതൊന്നും നോക്കിയില്ല. പെട്ടെന്ന് തന്നെ 1 ദിവസം കൊണ്ട് തന്നെ പിറ്റേ ദിവസം വന്ന് അവർ ഞങ്ങൾക്ക് കണക്ഷൻ മാറി തന്നു. അതുപോലെ വീട് നമ്പർ കിട്ടുക എന്ന് പറയുന്നത് ഒരാഴ്ചയെങ്കിലും താമസമുള്ള കാര്യമാണ്. ഞങ്ങൾ പഞ്ചായത്തിൽ പോയി അവിടെ ഒപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. 2-ാമത്തെ ദിവസം ഞങ്ങൾക്ക് വീട്ട് നമ്പർ ലഭിച്ചു. പുതിയ വീടിലേക്ക് എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ മാതാവ് ഞങ്ങൾക്ക് അനുഗ്രഹത്തിലൂടെ ചെയ്തു തന്നു. അതുപോലെ തന്നെ എൻ്റെ വൈഫിന് ലഭിച്ച ഒരു അനുഗ്രഹമാണ്. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു. 3 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് നടന്നുകൊണ്ടിരുന്ന സമയത്ത്, ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ച സമയത്ത് മാതാവ് അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അവൾ പിറ്റേ ദിവസം മുതൽ ബ്ലീഡിങ് പൂർണ്ണമായി സൗഖ്യപ്പെടുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ച് കൂടുതൽ അവൾ തന്നെ പറയും. എൻ്റെ പേര് റിൻസി. ഞാൻ പട്നയിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യുക. അപ്പോൾ ഒരു പെണ്ണായ കാരണം എനിക്കറിയാം മാസത്തിൽ ബ്ലീഡിങ് വരുന്ന അത് എത്ര ദിവസം നിൽക്കും, അതിൻ്റെ ബ്ലീഡിങ്ങിൻ്റെ ഹെവിനെസ് എത്ര ഉണ്ടെന്ന്. 3 മാസം കണ്ടിന്യൂ ബ്ലീഡിങ്ങും, അത് എപ്പോൾ നോക്കിയാലും ക്ലോട്ടാണ്. വാഷ്റൂമിൽ പോകുമ്പം ഒത്തിരി ബുദ്ധിമുട്ടാണ് എനിക്ക് ഡ്യൂട്ടിക്ക് ചെയ്യപ്പോഴും. ഞാൻ എന്നും എൻ്റെ അച്ഛൻ്റെ കൂടെ കൃപാസന പ്രാർത്ഥന 5:30 എണീച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ്റെ കൂടെ വിശ്വാസമുള്ള പോലെ തൊട്ടത് പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ മാതാവേ നീ എന്നെ സൗഖ്യം എത്തി തന്നെ. ഒരു ദിവസം ഞാൻ ബാത്റൂമിൽ എൻ്റെ പാഡ് ചേഞ്ച് ചെയ്യാൻ പോയപ്പോൾ മാതാവിൻ്റെ ഒരു രൂപം പോലെ നല്ലൊരു മണം, ജാസ്മിൻ്റെ ഒരു മണം. ഞാൻ വെളിയിലിറങ്ങി എൻ്റെ പിള്ളാന്നവരും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആണോട് ചോദിച്ചു, നിനക്കിവിടെ എന്തോ സ്മെല്ലായിട്ട് തോന്നിയോന്ന്. അവർ പറഞ്ഞു, ഇല്ല ചേച്ചിക്ക് മാത്രം എന്താ അങ്ങനെ സ്മെല്ല് തോന്നി. അപ്പം ആ സമയത്ത് എനിക്ക് എൻ്റെ ചുറ്റോരു ജാസ്മിൻ്റെ സ്മെല്ലാന്നു. ഞാൻ ചേഞ്ച് ചെയ്ത് കസേരയിൽ പോയി ഇരുന്ന് പുറകോട്ട് നോക്കിയപ്പോൾ എനിക്ക് ആ ക്ലൗഡിൻ്റെ ഇടയ്ക്ക് ഒരു മാതാവിൻ്റെ രൂപം. ഞാൻ ആദ്യമായിട്ട് വരുന്ന 23-ാം തീയതി, അതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ രൂപം കണ്ടിട്ടേ ഇല്ല. ഈ പുറകിൽ നിൽക്കുന്ന മാതാവിൻ്റെ ആ രൂപം ഉണ്ടായി, ആ ക്ലൗഡിൻ്റെ രൂപി വന്ന് എന്നെ ഒന്ന് തൊട്ട പോലെ ഫുൾ ശരീരം റോമാച്ചായിപ്പോയി. ഞാൻ അന്നേ എൻ്റെ മനസ്സിലോർത്തു ഞാൻ ഫുള്ളായിട്ട് ഹീലായെന്ന്. പിറ്റേ മാസം എനിക്ക് മെൻസസ് വന്നു. എല്ലാ പെണ്ണുങ്ങൾക്ക് വരുന്ന പോലെ തന്നെ 5 ദിവസം അതിരുന്നു, ഒരു ക്ലോട്ടും ഇല്ല. ഇന്ന് വരെ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അതിന് ഞാൻ 1000 വട്ടം എൻ്റെ മാതാവിന് ഒരു നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് ലഭിച്ച ഒരു രോഗസൗഖ്യമാണ് ഈ 2023 പെട്ടെന്ന് എനിക്ക് പൈൽസ് എന്ന ഒരു രോഗമായി. കണ്ടിന്യൂ ബ്ലീഡിങ് ആയി. 2-3 മാസത്തോളം ബ്ലീഡിങ് ഉണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പോലും പേടിയാവുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. 2023 സെപ്റ്റംബർ മാസത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി. ഇവിടുന്ന് ഞാൻ തിരിച്ച് വീണ്ടും ജോലി സ്ഥലത്ത് പട്നയിലേക്ക് പോയി. അവിടെ ചെന്ന് ഞാൻ അവിടുന്ന് മേടിച്ചുകൊണ്ട് പോയ നേർച്ച വസ്തുവായ പത്രം അവിടെ പള്ളികളിൽ വിതരണം ചെയ്യുകയും പിറ്റേ ദിവസം പെട്ടെന്ന് എനിക്ക് ബ്ലീഡിങ് സ്റ്റോപ്പായി, പെയിൻ സ്റ്റോപ്പായി. ഇതുവരെ പിന്നീട് എനിക്ക് ആ ഒരു രോഗം വന്നിട്ടില്ല. അമ്മ മാതാവ് എനിക്ക് പൂർണ്ണമായ സൗഖ്യം നൽകി. അതുപോലെ തന്നെ ഞങ്ങളെ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യാറുള്ളത്, ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പട്നയിലാണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ അനാഥാശ്രമം സിസ്റ്റേഴ്സ് ഓഫ് മദർ തെരേസയുടെ കോൺവെൻറ്റിൽ ഞങ്ങൾ
എല്ലാ മാസങ്ങളിലും പോയി സന്ദർശിക്കുകയും അവിടുത്തെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കുമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കൊണ്ടു കൊടുക്കുകയും ചെയ്യും. അതുപോലെ ഞങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം ഞങ്ങളെല്ലാ മാസവും മുടങ്ങാതെ ഇവിടെ ഒരു സേവന കേന്ദ്രത്തിൽ സംഭാവനയായി കൊടുക്കുകയും ചെയ്യാറുണ്ട്. അമ്മ മാതാവ് വഴി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നാളിതുവരെ ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും നന്ദി പറയുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷമായി എൻ്റെ ജീവിതത്തിലുണ്ടായ ആത്മീയ വളർച്ചകളാണ്. ഞങ്ങൾക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ സാധിക്കത്തില്ലായിരുന്നു. നേരത്തെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹോട്ടൽ സ്ഥാപനത്തിലായിരുന്നു. അന്ന് എനിക്ക് വിശുദ്ധ കുർബാനയിൽ പോകുവാനും കുമ്പസാരിക്കാനും സാധ്യമല്ലായിരുന്നു. 2020 ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ആഴ്ചയിൽ 4-5 ദിവസങ്ങളിലെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനും എല്ലാ ദിവസങ്ങളും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും കുമ്പസാരിക്കുവാനുമുള്ള ഭാഗ്യം ലഭിച്ചു. അതിലൂടെ എൻ്റെ ജീവിതത്തിലെ അനേകായിരം വളർച്ചയിലേക്ക് അമ്മ മാതാവ് എന്നെ നയിച്ചു.